നീ എപ്പോഴാണ് ലാസ്റ്റായിട്ടൊരു സാധനത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഈ സാധനം കിട്ടിയാലേ പറ്റത്തുള്ളൂ, എനിക്ക് ഈ ഒരു സാധനം വേണമെന്നും പറഞ്ഞാൽ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് നിൻ്റെ 100% എഫേർട്ട് ഇട്ട് നീ വർക്ക് ചെയ്തേക്കുന്ന? ഞാൻ ഇപ്പോൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചൊരു സാധനത്തിനെ പറ്റിയില്ല എനിക്ക് ആ സാധനം വേണം, എനിക്കത് കിട്ടിയാൽ കൊള്ളായിരുന്നു, ആ സാധനത്തിനെ പറ്റിയില്ല, അതെനിക്ക് വേണം, അതെനിക്ക് കിട്ടിയാലേ പറ്റത്തുള്ളൂ എന്ന് ആ ഒരു മനസ്സിൽ ആ ഒരു സാധനം ഉറപ്പിച്ച് അതിന് വേണ്ടിയിട്ട് 100% ആ ഒരു എഫേർട്ട് ഇട്ട് നീ മടുക്കുന്നവരെ നിൻ്റെ ആ ഒരു 100% എഫേർട്ട് ഇട്ട് നീ വർക്ക് ചെയ്തേക്കുന്നത്. നീ ആലോചിച്ച് കഷ്ടപ്പെടണ്ട. കാരണം അങ്ങനൊരു സാധനം ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനൊരു കാര്യം ഉണ്ടെന്നാണെങ്കിൽ നീ ഇത്ര ആലോചിക്കേണ്ടി വരത്തില്ല. നിൻ്റെ മനസ്സിൽ ഞാൻ ഈ സാധനം പറഞ്ഞ് തുടങ്ങുമ്പോഴേ നിൻ്റെ മനസ്സിൽ വരും. കാരണം നീ അങ്ങനൊരു സാധനത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാധനം നിൻ്റെ കയ്യിൽ കിട്ടിയിട്ടും ഉണ്ടാവും. എൻ്റെ അത് നീ ഒരിക്കലും മറക്കാൻ പോകുന്നുമില്ല. കാരണം നീ നിൻ്റെ 100% കൊടുത്ത സാധനം അത്. നീ നിൻ്റെ ആ ഒരു 100% എഫേർട്ട് ഇട്ട് ചത്താലും എനിക്ക് ആ ഒരു സാധനം കിട്ടിയാലേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ നീ വർക്ക് ചെയ്തേക്കുന്ന കാര്യം അത്. ആൻഡ് ആ ഒരു സാധനം എന്ന് പറയുന്നത് നിൻ്റെ മനസ്സിൽ തന്നെ കിടക്കുന്നത്, അതൊരിക്കലും മാഞ്ഞു പോകാൻ പോകുന്നില്ല. ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിൻ്റെ അല്ല. എല്ലാവർക്കും അവരുടെ മനസ്സിൽ ആ ഒരു സാധനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാൻ പറ്റും. എനിക്കത് കിട്ടിയാൽ കൊള്ളായിരുന്നു, എനിക്ക് ആ ഒരു സാധനം വേണം, എനിക്കത് എന്തൊക്കെ കാണിച്ചാണെങ്കിലും എനിക്ക് ആ ഒരു സാധനത്തിലോട്ട് എത്തിപ്പെടണം, ആ ഒരു ആഗ്രഹവും ചിന്തയൊക്കെ എല്ലാവരുടെയും മനസ്സിൽ വരും. പക്ഷേ ആ ഒരു സാധനത്തിന് വേണ്ടി 100% എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യാൻ ഒരുത്തനെ കൊണ്ടും പറ്റാത്ത, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ജനറേഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ഡിസ്ട്രാക്റ്റഡായി നമുക്ക് പോകാൻ വേണ്ടി കുറേ കാര്യങ്ങളുണ്ട്. നീ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തൊരു സാധനത്തിന് വേണ്ടി വർക്ക് ചെയ്യണമെന്നും പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്കും വർക്ക് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ, അതിപ്പോൾ നാളെ എനിക്കൊരു എക്സാം വരുന്നുണ്ടോ വെച്ചു, എന്തായാലും ഞാൻ ഇത്ര മണിക്കൂറിന് പഠിക്കും, നാളത്തെ എക്സാം ഞാൻ ക്രാക്ക് ചെയ്തിട്ടേ കാര്യമുള്ളൂ, ഞാൻ ടോപ്പായിരിക്കും, അങ്ങനെ കുറേ തീരുമാനമൊക്കെ എടുത്ത് പോയി പഠിക്കാനിരിക്കും. ഇരിക്കുമ്പോഴായിരിക്കും ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഏതെങ്കിലും കൂട്ടുകാരൻ വിളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ എടുത്ത് ഫോൺ ഓപ്പൺ ചെയ്ത് കൂട്ടുകാരനായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് റിപ്ലൈ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഫോൺ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം തോണ്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ഫുള്ള് ഡിപ്രഷനായി, അതായി ഇതായി, ഇനിയും സമയമില്ല, ഇനി എന്ത് കാണിക്കാനാണ്, ഇനി സമയം പോയി, ഞാൻ അങ്ങനെ ഇരിക്കാൻ പാടില്ലായിരുന്നു. ഈ ഒരു സാധനമാണ് ഉണ്ടാകുന്നത്. നീ എപ്പോഴും വിചാരിക്കും എനിക്ക് ആ ഒരു സാധനം വേണം, എനിക്ക് ആ ഒരു സാധനം ചെയ്യണം, പക്ഷെ അതിനു വേണ്ടി നിനക്ക് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിനക്ക് ആ ഒരു ഫോക്കസ് ഇല്ലായ്മ തന്നെയാണ്. നിനക്ക് ആ ഒരു ഡിസ്ട്രാക്ഷൻസ് ഭയങ്കര കൂടുതലാണ്. നിൻ്റെ ആ ഒരു മെയിൻ ഗോളിന് വേണ്ടിയിട്ട് നീ വർക്ക് ചെയ്തെത്തുന്നതിലും കൂടുതൽ നിനക്ക് ആ ഒരു ഫോക്കസ് നിൻ്റെ ആ ഒരു ഡിസ്ട്രാക്ഷൻസിലാണ്. അതായത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ആ ഒരു ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഡ്രൈവ് അല്ല, നിന്നെ ആ ഒരു ഗോളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് വേറെ ചുറ്റുന്നും വേറെ ഒരു ഫോഴ്സും ഇല്ല. പക്ഷെ അതിന് പകരം നിന്നെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട്, നിന്നെ ആ ഒരു സ്ഥാനത്ത് നിന്ന് തെറ്റിച്ച് വേറൊരു പാതയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിനക്ക് ചുറ്റുനിന്നും കുറേ പ്രഷർ കിട്ടുന്നുണ്ട്. സോ ആ ഒരു ഇതിൽ നീ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാസ്റ്റർ ചെയ്യേണ്ട ഒരേ ഒരു ഫാക്ടർ നിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റാണ്. അതായത് നിനക്കൊരു സാധനം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കണം. ചുറ്റും എന്തൊക്കെ നടന്നു കഴിഞ്ഞാലും ഞാൻ ആ ഒരു സാധനം ചെയ്തിരിക്കും. അത് ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നീ ഇപ്പോൾ ഇന്ന് ജിമ്മിൽ പോകാൻ തീരുമാനിച്ചെന്ന് വെച്ചു. അത് കുറേ നാളായിട്ട് നീ ജിമ്മിൽ പോയിട്ടില്ല, നിന്നെ വർക്കൗട്ട് മുടങ്ങി കിടക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കും, നിനക്ക് വയ്യാണ്ടിരുന്നുകൊണ്ട് നീ കുറേ നാൾ പോയില്ല. എൻ്റെ അവസാനം നീ ഇന്ന് ചെന്ന് റീജോയിൻ ചെയ്തു വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. നീ ആ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് നിൻ്റെ ചുറ്റും നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നീ ജിമ്മിൽ പോകാൻ ഇറങ്ങുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക്, നീ പോകണമെന്ന് വിചാരിച്ച ആ ഒരു ടൈം ആകുമ്പോൾ ചിലപ്പോൾ പുറത്ത് മഴക്കാർ വരും, അല്ലെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ ഒരു ഇതും ഇല്ലാണ്ട്, ഒരു അറിയിപ്പും ഇല്ലാണ്ട് ചിലപ്പോൾ നിൻ്റെ കുറച്ച് ബന്ധുക്കാർ കയറി വരും, അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ നിനക്ക് എന്തെങ്കിലും പണി കയറി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഏറ്റവും ഇതായിട്ട് മിക്കവാറും കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ പോകാൻ നേരത്ത് ഏതെങ്കിലും ഒരു കൂട്ടുകാരനെ വിളിക്കും, അവിടെ ഇന്ന് ജിമ്മിൽ തിരിച്ചു നിന്ന് കയറിയാല വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയാല. അപ്പോൾ അവൻ പറയും അവനെന്തോ പണിയുണ്ട്, ഇന്ന് വരാൻ പറ്റത്തില്ല, അപ്പോൾ അവനില്ലാത്ത കാരണം പോകണ്ടെന്ന് വെച്ചു. അങ്ങനെ ഒരു 100,000 കാര്യം നിൻ്റെ ചുറ്റും നടക്കും. പക്ഷേ നിനക്ക് ആ സമയത്ത് നിൻ്റെ ഫ്രണ്ടിലുള്ള 2 ഓപ്ഷൻസാണ്. അതൊന്നെങ്കിൽ നിനക്ക് തീരുമാനിച്ച പോലെ നിനക്ക് ആ ഒരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ നിനക്ക് ഡിസ്ട്രാക്റ്റഡായി പോവാം. അതായത് നിന്നെ അവിടെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് നിൻ്റെ ചുറ്റും 100 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നിനക്ക് ആ തീരുമാനിച്ച സാധനം തീരുമാനിച്ച പോലെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിനക്ക് ആ ഒരു ഒറ്റ ഓപ്ഷൻ അവിടെ ഉള്ളൂ നിൻ്റെ ഫ്രണ്ടിൽ. എനിക്ക് ആ ഒരു സാധനം ചെയ്യണം, എനിക്കത് ചെയ്താലേ പറ്റത്തുള്ളൂ. ആ ഒരു സാധനം തന്നെയാണ് നിൻ്റെ ലൈഫിൽ നിനക്ക് ത്രൂ ഔട്ടുള്ള. നിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ് നീ മാസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിൻ്റെ കൂട്ടുകാരൊന്നും വന്നില്ലെങ്കിലും അവൻ വന്നാലും എനിക്കൊരു കൂപ്പില്ല, ഞാനെന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് പോകും, ഇത് ഞാൻ ജിമ്മിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് പോകും, വർക്കൗട്ട് ചെയ്യും. ആ ഒരു ഇത് നിൻ്റെ മനസ്സിലുണ്ടാക്കി വെക്ക്. നീ ലോകത്ത് ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിൻ്റെ ആ ഒരു റിസൾട്ട് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അനുഭവിക്കാൻ പോകുന്നത് നീ തന്നെ. ഇപ്പം നിൻ്റെ ഒരു തീരുമാനമാകട്ടെ, അല്ലെങ്കിൽ നീ എടുക്കുന്ന ഒരു ആക്ഷൻ ആകട്ടെ, എന്ത് സാധനമാണെന്നുണ്ടെങ്കിൽ തന്നെ അത് ആ ഒരു തീരുമാനിച്ചെടുത്ത് നിൻ്റെ ലൈഫിൽ അതിനെന്തെങ്കിലും ഒരു
റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവാണ് നെഗറ്റീവാണ് അതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം നിനക്ക് തന്നെയാണ് ഉള്ളത്, അല്ലാതെ വേറെ ആർക്കുമല്ല. സോ നീ ആ ഒരു തീരുമാനം എടുത്ത് എനിക്ക് ആ ഒരു സാധനം വേണം, അങ്ങനെ നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിനക്ക് ആ ഒരു സാധനം വേണമെന്ന് തന്നെ ആയിരിക്കണം. അല്ലാതെ ജസ്റ്റ് ആ കിട്ടിയാൽ കൊള്ളായിരുന്നു. പരീക്ഷയ്ക്ക് കുറച്ച് മാർക്ക് വേണം, പക്ഷെ പഠിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ദൈവത്തിനോട് നീ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ദൈവം നിനക്ക് ഒരിക്കലും ആ ഒരു മാർക്കായിട്ട് കൊണ്ടു തരാൻ പോകുന്നില്ല. നീ ചോദിക്കുന്ന സാധനം അതേപടി നിൻ്റെ കയ്യിലോട്ട് വെച്ച് തരാൻ പോകുന്നില്ല. നീ ചോദിക്കുന്ന ആ ഒരു സാധനത്തിലൂടെ നിനക്ക് എത്തിപ്പെടാനുള്ള ആ ഒരു വഴി ദൈവം നിനക്ക് കാണിച്ചു തരും. നിനക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് നിനക്ക് നിൻ്റെ കയ്യിൽ കൊണ്ടു തരും. എൻ്റെ ആ ഒരു സാധനം കറക്റ്റായിട്ട് ഉപയോഗിക്കണോ വേണ്ട എന്നുള്ളത് കംപ്ലീറ്റ് നിൻ്റെ കയ്യിലിരിക്കുന്നത്. ദൈവം നിനക്ക് കൊണ്ടു തരുന്ന ആ ഒരു അവസരങ്ങൾ നീ തട്ടിക്കളഞ്ഞിട്ട് എനിക്ക് എൻ്റെ വഴി, എനിക്ക് തോന്നിയ ദിവസം പോലെ പോകാൻ ദൈവം എനിക്ക് ഡയറക്റ്റ് ആ ഒരു സാധനം കയ്യിൽ കൊണ്ടു തരട്ടെ എന്നും പറഞ്ഞിരുന്ന ഇത് മൊത്തം നീ ആ ഒരു സാധനത്തെ നോക്കിയിരിക്കാനേ പോകുന്നുള്ളൂ. ഒരിക്കലും നിനക്കത് കിട്ടാൻ പോകുന്നില്ല. ഈ ലോകത്ത് എന്തെങ്കിലും ഒരു സാധനം നിനക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിൻ്റെ സൈഡിൽ നിന്ന് നീ ആ ഒരു എഫേർട്ട് ഇട്ടാലേ പറ്റത്തുള്ളൂ. അല്ലാതെ നീ വേറെ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും നിനക്ക് ഒരു റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. അത് മനസ്സിലാക്ക്. സോ ഇനി നിനക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആഗ്രഹിച്ച് മനസ്സിൽ വെച്ച് ആ ഒരു സാധനം കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞിരിക്കാതെ ഇറങ്ങി ആ ഒരു ആക്ഷൻ എടുക്കാൻ തുടങ്ങി. ജസ്റ്റ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. നീ അധികം ആലോചിക്കാനോ സാധനത്തിൽ ഒന്നും നിൽക്കണം. നിനക്ക് ആ ഒരു സാധനം വേണം, എനിക്ക് ആ ഒരു സാധനം വേണം, അത്രേ ഉള്ളൂ. ഞാൻ അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുപോവാ. അല്ലാതെ ആ ഒരു സാധനം എനിക്ക് വേണം, ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ ആലോചിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ആ ഒരു സാധനം വേണമെന്ന് എൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു സാധനം എനിക്ക് വേണം, അതിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവന്ന് ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ മാത്രമേ നിനക്ക് ആ ഒരു പ്രോഗ്രസ് ഉണ്ടാകാൻ പോകുന്നുള്ളൂ. എന്നാൽ മാത്രമേ നിൻ്റെ ലൈഫിൽ നിനക്ക് ആ ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അതായത് ഒരു സാധനം നിനക്ക് എന്തൊക്കെ സംഭവിച്ചാലും വേണം, എനിക്ക് ആ ഒരു സാധനം എന്തൊക്കെ സംഭവിച്ചാലും കിട്ടിയാലേ പറ്റത്തുള്ളൂ എന്ന് നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ അതിന് വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഞാൻ അതിന് വേണ്ടി വർക്ക് ചെയ്ത് ഇങ്ങനെ പറ്റുമോ അങ്ങനെ പറ്റുമോ എന്ന് പറഞ്ഞ് കുറേ ഓവർ തിങ്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു അർത്ഥമില്ല. കാരണം നിൻ്റെ മനസ്സിൽ നീ ഉറപ്പിച്ചു എനിക്ക് ആ സാധനം എന്തൊക്കെ സംഭവിച്ചാലും വേണം. അപ്പോൾ അവിടെ അതിന് നിനക്ക് ആകെയുള്ള ഒറ്റ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നീ പിന്നെ അവിടെ ആലോചിക്കാൻ എടുക്കുന്ന ഓരോ സമയവും നീ ജസ്റ്റ് വേസ്റ്റ് ചെയ്യുന്ന ടൈം മാത്രമാണ്. അവിടെ ഓവർ തിങ്കിന് ഒരു പ്രസക്തിയില്ല. അതിപ്പോൾ നല്ലതിനെ പറ്റി നീ ചിന്തിച്ചാലും ചീത്തതിനെ പറ്റി ചിന്തിച്ചാലും, കാരണം നിൻ്റെ മനസ്സിൽ നീ ആ ഒരു തീരുമാനം എടുത്തു എനിക്ക് ആ ഒരു സാധനം എന്തൊക്കെ സംഭവിച്ചാലും വേണമെന്നുള്ളത്. സോ ആ ഒരു ഇത് മനസ്സിലാക്കി. നിനക്ക് അങ്ങനെ ഒരു ഡിസിഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായത് ആ ഒരു സാധനം ഏതെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി നിനക്ക് എന്തൊക്കെ സംഭവിച്ചാലും അത് അച്ചീവ് ചെയ്താലേ പറ്റത്തുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ടായി. ജസ്റ്റ് ഇറങ്ങി വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അവിടെ നീ വേറെ ഒന്നിനെ പറ്റി ആലോചിക്കുക അല്ലെങ്കിൽ വേറെ ചുറ്റുമുള്ള സാധനം കണ്ട് ഡിസ്ട്രാക്ട് ആയി പോകുന്നതുകൊണ്ട് ഒരു അർത്ഥമില്ല. കാരണം നീ നിന്നെ മനസ്സിൽ തീരുമാനിച്ചത്. അവർ തീരുമാനിച്ച സാധനം അതിന് വേണ്ടിയിട്ട് 100% എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്ത് അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് കാണിക്കും. അല്ലാതെ നീ ജസ്റ്റ് കുറേ ആലോചിച്ചുകൊണ്ടോ ആഗ്രഹിച്ചുകൊണ്ടോ നിനക്ക് ലൈഫിൽ ഒരു ഗ്രോത്തും ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു പ്രോഗ്രസ്സും ഉണ്ടാകാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കുക.